എന്തിനു വേണ്ടി ഈ ക്രൂരത ചെയ്തു? ബാലരാമപുരത്ത് 2 വയസ്സുകാരിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ പോലീസിന്റെ നിഗമനം ഇതൊരു കൊലപാതകം തന്നെയായിരുന്നു എന്നതാണ്. 2 വയസ്സുകാരിയായ ദേവേന്ദു എങ്ങനെയാണ് ഒറ്റയ്ക്ക് കിണറ്റിലെത്തിയത് എന്നുള്ള കാര്യം കേട്ടപ്പോൾ തന്നെ ഇതിൽ ഒട്ടനേകം ദുരൂഹത ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ പോലീസ് എത്തിയിരുന്നു. പിന്നെ ദേവേന്ദുവിൻ്റെ മാതാവിൻ്റെ മൊഴിയിലുണ്ടായ വൈരുദ്ധ്യവും ഇത് കൊലപാതകം തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഏകദേശ ഉറപ്പിൽ പോലീസ് എത്തിയിരുന്നു. ആദ്യം കുഞ്ഞിൻ്റെ മാതാവ് പറഞ്ഞത് അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ കിടന്നുറങ്ങുകയായിരുന്നു എന്നതാണ്. പിന്നെ അമ്മാവൻ്റെ കൂടെ കിടന്നുറങ്ങുന്നു എന്ന് പറഞ്ഞ മൊഴിയിലെ വ്യത്യാസങ്ങളാണ് പോലീസ് ഇതിൽ ദുരൂഹതയുണ്ടെന്ന്, അതിന് അമ്മാവനും അമ്മയുമെല്ലാം കാരണക്കാരാണെന്നുള്ള നിഗമനത്തിലെത്തിയത്. കുടുംബത്തെ ഒന്നിച്ച് നടത്തിയ ചോദ്യം ചെയ്യലിൽ ഒട്ടേറെ ദുരൂഹതയാണ് പോലീസ് കണ്ടെത്തിയത്. യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ നിങ്ങൾ അന്വേഷിച്ചു കണ്ടെത്തൂ എന്നാണ് അമ്മാവനായ ഹരികുമാർ പറഞ്ഞത്. അതിൻ്റെ പിന്നാലെയാണ് സ്വന്തം സഹോദരിയുടെ 2 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ താൻ കിണറ്റിലെറിഞ്ഞു കൊന്നു എന്നുള്ള മൊഴി അമ്മാവനായ ഹരികുമാർ നൽകിയത്. ഇതിൽ അമ്മയായ ശ്രീധുവിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിച്ചു വരികയാണ് പോലീസ്. കുടുംബത്തിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടിനെക്കുറിച്ചും വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. 1 വർഷത്തോളമായി ഈ പ്രദേശത്ത് വാടകയ്ക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കുടുംബം അയൽവാസികളുമായി യാതൊരുവിധ ബന്ധങ്ങളും സ്ഥാപിച്ചിട്ടില്ല എന്നും ആരെയും അകത്തേക്ക് കടത്താൻ പോലും അനുവദിച്ചില്ല എന്നുള്ള വാക്കുകളാണ് പ്രദേശവാസികൾ പറഞ്ഞത്. കടമുണ്ടെന്ന് പറയുന്നു, നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റൂല. കാരണം അവർ കടമൊക്കെ പൂട്ടി അങ്ങിരിക്കും, ആരെയും അങ്ങനെ ആദ്യമായിട്ട് അകത്ത് കയറ്റൂല. ഇവിടെ വാടകയ്ക്ക് 1 കൊല്ലം ആയി. 1 കൊല്ലമായി. ക്ഷേത്രത്തിൽ ജോലി ഉണ്ടായിരുന്നു. കുട്ടിയെ കണ്ടിട്ടുണ്ട്. വീട്ടുകാർക്ക് ആരെങ്കിലും ഈ പണം തിരികെ ചോദിച്ചു അങ്ങനെ പ്രശ്നങ്ങളുണ്ടാക്കി അങ്ങനെ ഒരു മാസത്തിന് മുമ്പ് 1-2 ആൾക്കാർ വന്നിരുന്നു. അവർ വന്നപ്പോഴാണ് നമ്മൾ ഇത്രയും കടം ഉണ്ടെന്നുള്ള കാര്യം അറിയണത്. അല്ലാതെ അറിഞ്ഞൂടായിരുന്നു. ഈ മരിച്ച ആളുടെ സഹോദരനെ മരിച്ച ആ കുട്ടിയുടെ അമ്മാവനെ പരിചയമുണ്ട്. അമ്മാവനെ ഹരി എന്ത് ജോലിയാണ് ചെയ്യുന്നത്? അവന് ദൂരെ കൊല്ലത്തൊരു ക്ഷേത്രത്തിൽ പണിയായിട്ട് നിന്ന് ഇപ്പോൾ ഒരു 3-4 മാസം കൊണ്ട് അവൻ ഇവിടെ ഉണ്ടായിരുന്നു. പനിയായിട്ട് വന്നെന്നാണ് പറഞ്ഞത്. പിന്നെ അത് കറക്റ്റായിട്ട് അറിഞ്ഞില്ല. അപ്പോൾ ക്ഷേത്രത്തിൽ ആരുണ്ടെന്ന് ഞാൻ ചോദിച്ചു. അതിന് വേറെ ആളാക്കിയെന്ന് പറഞ്ഞു. ക്ഷേത്രത്തിലെ ജോലികളാണല്ലേ? ക്ഷേത്രത്തിൽ ചോദിച്ചവൻ പറഞ്ഞ് പോകണം, അച്ഛൻ മരിച്ച് 16 കഴിഞ്ഞിട്ട് പോകണം എന്നാണ് പറഞ്ഞത്.